ഒരിക്കൽ കൂടി ലണ്ടൻ ചുവപ്പണിഞ്ഞു. ഇംഗ്ലീഷ് ലീഗ് കപ്പിന്റെ ആവേശകരമായ രണ്ടാം പാദ സെമി ഫൈനലിൽ ചെൽസിയെ നിഷ്പ്രഭമാക്കി ആഴ്സണൽ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. ആദ്യ പാദത്തിൽ ചെൽസിയുടെ തട്ടകമായ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നേടിയ 3-2 വിജയത്തിന്റെ ആത്മവിശ്വാസവുമായി ഇറങ്ങിയ ആഴ്സണലിനെ തളയ്ക്കാൻ എൻസോ മാരസ്കയ്ക്കും സംഘത്തിനും ഒരു പഴുതും ഗണ്ണേഴ്സ് നൽകിയില്ല. ഗണ്ണേഴ്സ് പ്രതിരോധത്തിന്റെ ഉരുക്കു കോട്ടയ്ക്ക് മുന്നിൽ നീലപ്പടയുടെ പടപ്പുറപ്പാടുകൾ വെറും നിഴൽ രൂപങ്ങൾ മാത്രമായി ഒതുങ്ങുന്ന കാഴ്ചയായിരുന്നു സ്റ്റേഡിയം കണ്ടത്. മത്സരം ജയിക്കാൻ ഗോൾ അനിവാര്യമായിരുന്ന ചെൽസി തങ്ങളുടെ ഏറ്റവും മികച്ച നിരയെ തന്നെ കളത്തിലിറക്കിയെങ്കിലും ആഴ്സണൽ ബോക്സിൽ ഒരു വിറയലുണ്ടാക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. മത്സരത്തിലുടനീളം ഗണ്ണേഴ്സ് ഗോൾ കീപ്പർ കെപ്പയെ പരീക്ഷിക്കാൻ വെറും 2 തവണ മാത്രമാണ് ചെൽസിക്ക് സാധിച്ചത് എന്നത് തന്നെ അവരുടെ ദയനീയാവസ്ഥ വെളിവാക്കുന്ന കാര്യമായിരുന്നു. ഗോൾ പാൾമറും വണ്ടർ കിഡ് എസ്റ്റാവോയും പകരക്കാരായി ഇറങ്ങിയിട്ടും ആഴ്സണലിന്റെ ഡിഫൻസീവ് ലൈൻ ഭേദിക്കാൻ ബ്ലൂസിന് കഴിഞ്ഞതുമില്ല. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ഗോളിനായി ചെൽസി സർവ്വസന്നാഹങ്ങളുമായി ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അതിന്റെ മറുവശത്ത് ആഴ്സണൽ കരുതിവെച്ചത് ഒരു മാരകമായ കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. ഡെക്ലാൻ റൈസിന്റെ അളന്നു മുറിച്ച പാസിൽ നിന്നും പകരക്കാരനായി എത്തിയ മുൻ ചെൽസി താരം കായ് ഹാവർട്സ് ഗോൾ വല കുലുക്കിയതോടെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് നിശബ്ദമായി മാറി. Havertz around Sanchez and Arsenal are going to Wembley. തന്റെ പഴയ തട്ടകത്തിൽ ആഴ്സണലിന്റെ ഫൈനൽ ബർത്ത് ഉറപ്പിച്ച ഹാവർട്സിന്റെ ഗോൾ ചെൽസിയുടെ നെഞ്ചിലേറ്റ ആണിയായി മാറുകയും ചെയ്തു. ഈ വിജയത്തോടെ വെംബ്ലിയിലെ കലാശപ്പോരിന് ആഴ്സണൽ ടിക്കറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയോ ന്യൂകാസിൽ യുണൈറ്റഡോ ആകും ആഴ്സണലിന്റെ എതിരാളികൾ. കിരീടത്തിലേക്കുള്ള ആഴ്സണലിന്റെ ഈ കുതിപ്പ് തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം.